ജീവിത നിഷ്ഠുലതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ തൻ്റെ ഉപദേശങ്ങൾ ഒത്തിരി വിലപ്പെട്ടതാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം കേൾക്കുകയുണ്ടായി. ഗിരിപ്രഭാഷണവും ഇതര പ്രഭാഷണങ്ങളൊക്കെ ക്രൈസ്തവേതരും ഏത് മനുഷ്യനും വളരെ ഇഷ്ടപ്പെടുന്ന ചില പ്രഭാഷണങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ നിസ്തുല്യതയോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതവും അപ്രകാരം തന്നെ വിലയേറിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നെ പഠിപ്പീൻ, എന്നോട് പഠിപ്പീൻ എന്നൊക്കെ കർത്താവിന് മാത്രമേ അവകാശവാദം ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അനവധി ഗുരുക്കന്മാരും നേതാക്കന്മാരും ഒക്കെ വന്നുപോയി നല്ല ഉപദേശം നൽകിപ്പോയെങ്കിലും എൻ്റെ ജീവിതം പഠിച്ച് എന്നെ അനുകരിപ്പാൻ, ഞാൻ ചെയ്തതുപോലെ ചെയ്യുവാൻ, ഞാൻ ജീവിച്ചതുപോലെ ജീവിപ്പാൻ പറയുവാൻ അധികാരമുള്ള, അതിന് കെൽപ്പുള്ള ഒരു നേതാവ് മാത്രമേ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. കർത്താവിൻ്റെ ജീവിതമാണ് അവൻ്റെ നിസ്തുല്യത എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തൻ്റെ പ്രവൃത്തികൾ അത് നിസ്തുല്യമായ പ്രവൃത്തിയാണ്. ആർക്കും കഴിഞ്ഞ 2000 നൂറ്റാണ്ടായി ജീവിച്ചു വരുന്ന ആർക്കും ആ ജീവിതത്തെ അനുകരിക്കുവാൻ കഴിയുന്നെങ്കിൽ, കർത്താവിനെ പോലെ ജീവിക്കുവാൻ കഴിയുന്നെങ്കിൽ തികച്ചും നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യാതൊരു കുറവും കാണുവാൻ കഴിയാത്ത നിലയിൽ, യാതൊരു പിഴവും പറ്റാത്ത ഒരു ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ജീവിതം. പാപം ചെയ്യാത്തവനെന്നും പാപം അറിയാത്തവനെന്നും പാപം ഇല്ലാത്തവനെന്നും ഒക്കെയാണല്ലോ നമ്മുടെ കർത്താവിനെ കുറിച്ച് തൻ്റെ ദാസന്മാർ എഴുതിയിരിക്കുന്നത്. അത്തരം ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് നമ്മുടെ കർത്താവ് ജീവിച്ചത്. പത്രോസ് തൻ്റെ 1-ാം ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 20-22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവൻ നമുക്ക് പിന്തുടരുവാൻ കാൽ ചുവട് വെച്ചിട്ട് പോയിരിക്കുന്നു. നാം അവനെ പിന്തുടരുവാൻ, അവനെ പോലെ ജീവിക്കുവാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ പോലെ ആയിത്തീരുക, കർത്താവിന്റെ ജീവിത സ്വഭാവം ഉൾക്കൊള്ളവരായി ജീവിക്കുക, അതാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നമ്മുടെ കർത്താവിനെ പോലെ അവന് തുല്യരായി ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നമ്മെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഏക ഉദ്ദേശമല്ല കർത്താവിന് നമ്മെ കുറിച്ചുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ദിവസമൊക്കെ സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ വന്നു, നരകത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് തന്നു എന്നുള്ളത് നാം പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അത് ശരിയുമാണ്. എന്നാൽ കേവലം നമ്മെ രക്ഷിച്ച്, നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് മാറ്റുക എന്നുള്ള ഏക ഉദ്ദേശമല്ലല്ലോ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനുള്ളത്. എന്നെയും നിങ്ങളെയും ഈ രക്ഷയുടെ അനുഭവത്തിന് ശേഷം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് കർത്താവിന് മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് കർത്താവ് നടത്തുകയാണ്. തന്റെ പുത്രനെ പോലെ അനേകരെ പുത്രന്മാരായി ഈ ലോകത്തിന് വെളിപ്പെടുത്തുക, അതാണ് ദൈവിക ഉദ്ദേശം എന്നുള്ളത്. തന്റെ പുത്രനെ പോലെ ഞാനും നിങ്ങളും ജീവിക്കുക എന്നുള്ളതാണ് സ്വർഗസ്ഥനായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ച ആ മാതൃക പിൻപറ്റി എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയുക എന്നുള്ള വലിയ ജീവിത ഉദ്ദേശം നമുക്ക് കർത്താവ് തന്നിട്ട് പോയിരിക്കുകയാണ്. കർത്താവിനെ പോലെ ആയിത്തീരുക, ആ ഒരു സ്റ്റാൻഡേർഡ് കർത്താവ് നമുക്ക് തന്ന ആ മാതൃക, ആ നിലവാരം പുലർത്തി ജീവിക്കുക. കർത്താവിന്റെ ദാസന്മാരായാലും സാധാരണ വിശ്വാസികളായാലും എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ്. തന്റെ പുത്രനെ പോലെ ദൈവം ആഗ്രഹിക്കുകയാണ്. തന്നെ പോലെ, താൻ തന്റെ പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചതുപോലെ എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ കഴിയുക എന്നുള്ള വലിയ സത്യമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവിനെ പോലെ ജീവിക്കുവാൻ കഴിയുമോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മെ കൊണ്ട് സാധ്യമാവുമോ? നമുക്ക് ന്യായമായി ഉണ്ടാകാവുന്ന ചോദ്യമാണ്. കർത്താവ് ദൈവമായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. അപ്പോൾ പാപജഡത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും, പാപ സ്വഭാവമുള്ള നമ്മൾ എങ്ങനെ ഈ കർത്താവിനെ പോലെ ജീവിക്കുവാനിടയാകും? ആ ഒരു നിലവാരത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും ഉയരുവാൻ കഴിയുമോ? നമുക്കറിയാമല്ലോ, നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നാം വളരെ വ്യക്തവും ശക്തവുമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് രക്ഷയുടെ ഭദ്രത. നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നാം തീർച്ചയായും ദൈവസന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ളത് ദൈവവചനത്തിലെ സത്യമാണ്. അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ വരുന്ന ഇതര കാര്യങ്ങളെ കുറിച്ച് നാം അത്രയധികം ചിന്തിക്കാറില്ല. മറ്റ് തെറ്റുകളും കുറവുകളും ഒക്കെ ദൈവം ക്ഷമിക്കണമല്ലോ. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊന്നും നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമായി പലപ്പോഴും നാം കാണാറില്ല. എന്നാൽ മറ്റു ചില വിഭാഗങ്ങൾ ഇതിനൊരു മറുമരുന്നായിട്ടായിരിക്കണം അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ
കർത്താവിന് ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അവർ പഠിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം പാപം ചെയ്യാതിരിക്കാൻ, പാപത്തെ കുറിച്ചൊരു ഭീതി ദൈവത്തിന്റെ ജനത്തിനുണ്ടാകണം, തെറ്റിനെ കുറിച്ചൊരു ഭീതി ദൈവത്തിന്റെ ജനത്തിന് ഉണ്ടാകണമെന്നുള്ള ഒരുപക്ഷെ ചിന്താഗതി ആയിരിക്കാം ഇത്തരമൊരു പഠിപ്പീരിന് കാരണമായിരിക്കുന്നത്. എന്നാൽ വളരെ വ്യക്തമായി കർത്താവ് തന്റെ വചനത്തിൽ ആവർത്തിച്ച് പറയുന്നത് നാം കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതാണ്. ആ പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞതാണ്, പോക, ഇനി പാപം ചെയ്യരുത്, ഞാൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, ഇനി പാപത്തിന്റെ ജീവിതം നീ നയിക്കരുത് എന്നാണ് കർത്താവിനെ അറിഞ്ഞ ഒരു സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്. 38 വർഷമായി പക്ഷപാതക്കാരനായി കിടന്ന് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിയ ആ മനുഷ്യനോട് കർത്താവ് ഇത് തന്നെയാണ് പറയുവാനുണ്ടായിരുന്നത്. നിനക്ക് സ്വയമായി വന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല, നിന്റെ രോഗത്തിന് സൗഖ്യം ലഭിച്ചില്ല, എന്നാൽ ഞാൻ നിന്നെ സൗഖ്യമായിരിക്കുന്നു, എന്നാൽ ഇതിലും വലുത് ചിലതുണ്ടാകാതിരിപ്പാൻ, ഇനിയും ഇതിലും വലിയ നിനക്ക് വിപത്തുണ്ടാകാതിരിപ്പാൻ എന്ത് ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. കർത്താവ് ആവർത്തിച്ച് പറയുന്ന വാക്യം ഇതാണ്, കാര്യം ഇതാണ്. ദൈവത്തെ അറിഞ്ഞ ജനം, കർത്താവിന്റെ ജനം പാപം ചെയ്യാതെ ജീവിക്കണമെന്നുള്ളതാണ്. പാപം അവരിലുണ്ടാകുവാൻ പാടില്ല. അതുതന്നെയായിരുന്നല്ലോ യോഹന്നാൻ അപ്പോസ്തലനും എഴുതിയത്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇത് സാധ്യമാണോ? ഈ ഉയർന്ന നിലവാരം നമ്മുടെ കർത്താവ് വെച്ചിരിക്കുന്നത് ഇത് നമ്മെ കൊണ്ട് സാധ്യമാണോ? ഞാനൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പരീക്ഷയൊക്കെ എഴുതി പഠിച്ചിട്ടൊക്കെ ഉള്ളവരാണല്ലോ സ്കൂളുകളിൽ. അപ്പോൾ സാധാരണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഏത് പരീക്ഷയ്ക്കും മാക്സിമം മാർക്ക് 100 നമുക്ക് ലഭിക്കാറുണ്ട്. അതിന് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. ഈ മാക്സിമം മാർക്ക് നമുക്ക് നേടാനായിട്ട് പറ്റുമോ? 100 മാർക്ക് നേടി നാം പാസ്സാകാൻ നമുക്ക് സാധിക്കുമോ? മാക്സിമം മാർക്ക് എന്നുള്ളത് 100 ആണ്. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്നത്. അവിടെ എത്തുവാൻ നമ്മെ കൊണ്ട് കഴിയുമോ? എല്ലാവരെ കൊണ്ടും കഴിയില്ലെങ്കിലും തീർച്ചയായും അത് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു മാക്സിമം മാർക്ക് നമുക്ക് തന്നിരിക്കുന്നത്. 100-ൽ 100 മാർക്കും നേടുവാൻ കഴിയും എന്നുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാക്സിമം മാർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അനേകര് കുട്ടികളൊക്കെ ചിലരെങ്കിലും നന്നായി പഠിച്ച ചില വിഷയങ്ങളിലെങ്കിലും 100 മാർക്കൊക്കെ നേടുന്നവരെ കുറിച്ച് നാം ഒരുപക്ഷെ കേൾക്കാറുണ്ട്. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡും ഇതാണ്. കർത്താവ് പറയുന്നു, പാപം ചെയ്യുവാൻ പാടില്ല. ഞാൻ എന്നെ അറിഞ്ഞ ജനം, ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ, കർത്താവിന്റെ മക്കളായി തീർന്നവർ പാപം ചെയ്യാതെ ജീവിക്കണം, പാപം ചെയ്യാതെ അവർ ജീവിക്കണമെന്ന് തന്നെയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡാണ് കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് ആ നിലയിൽ ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. യേശു കർത്താവിന്റെ ഭൂമിയിലെ ജീവിതത്തിൽ കർത്താവ് അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എങ്ങനെ പാപത്തിന് അതീതമായി പാപത്തിന്റെ പരീക്ഷയിൽ നിന്ന് എങ്ങനെ നമുക്ക് വിജയശ്രീലാളിതരായി ജീവിക്കാം എന്നുള്ള സത്യം യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നാം ഈ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ അനവധി തവണ കർത്താവ് പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 3 സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഈ 3 വേദഭാഗങ്ങളിലും ചുരുക്കമായ നിലയിൽ നമ്മുടെ കർത്താവിനെ സാത്താൻ വന്ന് പരീക്ഷിക്കുന്ന ആ ഭാഗത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈ പരീക്ഷാവേളകളൊക്കെ കർത്താവ് തരണം ചെയ്യുന്നതായിട്ടും നമുക്ക് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. കർത്താവ് പരീക്ഷയൊക്കെ അതിജീവിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന മാതൃകയാണ്. ജീവിതത്തിൽ നമ്മെ വീഴ്ത്തുവാൻ, നമ്മെ പരാജയപ്പെടുത്തുവാൻ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള ശ്രമം തീർച്ചയായും എല്ലാ നിലയിലും ഉണ്ടാകാറുണ്ട്. നാം അറിയുന്നത് പോലെ നമ്മുടെ ജഡവും നാം ജീവിക്കുന്ന ലോകവും നമ്മുടെ ശത്രുവായ ദൈവത്തിന്റെ ശത്രുവായ സാത്താനും ഒക്കെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള ഏക ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലാണ് കർത്താവ് തന്റെ ജീവിതം കൊണ്ട് കാണിക്കുന്നത്, നമുക്ക് പാപത്തിന് അതീതമായി കർത്താവിനെ പോലെ ജീവിച്ചാൽ സാത്താന്റെ എത്ര വലിയ പരീക്ഷയും നേരിടുവാനുള്ള ശക്തി നമുക്ക് കർത്താവ് തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യേശു കർത്താവിന്റെ ജീവിതത്തെ ശ്രദ്ധിച്ചു നോക്കുക. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പല നിലയിൽ പരീക്ഷിച്ചു, താൻ പരീക്ഷിക്കപ്പെട്ടു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്.
തന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, യഹൂദന്മാരായിരിക്കുന്നവർ തന്നെ, മനുഷ്യർ തന്നെ വന്ന് കർത്താവിനെ പലതവണ പരീക്ഷിച്ചിട്ടുണ്ട്. യഹൂദ നേതാക്കന്മാർ, പരീശന്മാരും ഹെരോദ്യരും സദൂക്യരും ഒക്കെ മാറി മാറി കർത്താവിനെ വാക്കുകളിൽ പിടിക്കുവാൻ വേണ്ടി, ഇവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, ഏത് നിലയിലെങ്കിലും ഇവനെ ഒന്ന് പിടിച്ച് ഇവൻ തെറ്റുകാരനാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം മനുഷ്യരാൽ കർത്താവ് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. തന്റെ വിരോധികളാൽ താൻ പരീക്ഷിക്കപ്പെട്ടവരായി നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പലതവണ ഈ വസ്തുത നാം വായിക്കുന്നുണ്ട്. മാത്രമല്ല, കർത്താവിന്റെ സഹോദരന്മാർ പോലും തന്നെ പരീക്ഷിക്കുന്ന വേളയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവന്റെ സഹോദരന്മാർ, സ്വന്തം സഹോദരന്മാർ അവനെ പരീക്ഷിക്കുന്ന വേള നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാത്താൻ അവനെ പരീക്ഷിക്കുന്ന 2-3 വേളകൾ നാം പുതിയ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തന്റെ സ്നാനത്തോട് തൊട്ട് ശേഷം താൻ പരീക്ഷിക്കപ്പെട്ട ഒരു സന്ദർഭം നാം വായിക്കുന്നു. അതേ തുടർന്ന് ഗെത്സമനയിൽ കർത്താവ് ഇതുപോലൊരു വലിയ പരീക്ഷയെ നേരിടുന്ന സന്ദർഭത്തെ കുറിച്ചും നാം വായിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ, പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലും കർത്താവിന്റെ ഈ ഭൗതിക ജീവിതത്തിന്റെ ഏകദേശം അവസാന സന്ദർഭത്തിലും സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നവനായി നാം നമ്മുടെ കർത്താവിനെ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് ഈ പരീക്ഷാവേളയിൽ എന്താണ് തന്നിൽ നിന്ന് നാം കാണുന്നത്? ഈ പരീക്ഷയൊക്കെ താൻ അതിജീവിക്കുന്നവനായി നാം കാണുകയാണ്. പരീക്ഷയുടെ മേൽ വിജയം നേടുന്നവനായിട്ട് നാം നമ്മുടെ കർത്താവിനെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ നിലയിൽ പരീക്ഷ സ്വാഭാവികമാണ്. അത് സാധ്യതയുണ്ട്. നമുക്ക് വിശ്വാസികളാണെങ്കിലും, വളരെ ആത്മീയ പക്വതയുള്ളവരാണെങ്കിലും, പ്രായമുള്ളവരാണെങ്കിലും, യുവാക്കന്മാരാണെങ്കിലും, പഠിച്ചവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇതിന് നമുക്കൊരിക്കലും ഇല്ല ഞാൻ പരീക്ഷിക്കപ്പെടുന്നില്ല, പാപത്തും ചെയ്യുവാനുള്ള പ്രേരണ എന്നിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര ആത്മീയ പക്വതയുള്ളവനായതുകൊണ്ട്, ദൈവവചനം വായിക്കുന്നവനായതുകൊണ്ട്, പഠിക്കുന്നവനായതുകൊണ്ട്, ഞാൻ ദൈവത്തോട് വളരെ ചേർന്ന് ജീവിക്കുന്നവനായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. അവിവാഹിതരായ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനും ആ ഒരു സന്ദർഭത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് ഈ വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ പാപപരമായ ചിന്തയും ആഗ്രഹവും ഒന്നും ഒരുപക്ഷെ വരുവേലായിരിക്കും. ഈ ചെറുപ്പക്കാരായ കൗമാരക്കാരായിട്ടൊക്കെ ജീവിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ ഇനി വിവാഹമൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒന്നും ആവശ്യം വരുവില്ലായിരിക്കും. അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഉണ്ടാകില്ല. പാപത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യം ഒരുപക്ഷെ വരികില്ലായിരിക്കും എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ വിവാഹശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ ചിന്തയ്ക്കും ഈ ആഗ്രഹങ്ങൾക്കൊന്നും വിവാഹമോ ഈ ബന്ധങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല. അത് ഏത് സന്ദർഭത്തിലും ഉണ്ടാകും. പലപ്പോഴും ഇപ്പോൾ എന്നെ പോലെയുള്ളവർ ചിന്തിക്കുന്നത്, മുടിയൊക്കെ നരച്ച് വയോധികരായി ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പക്ഷേ പാപത്തിനൊക്കെ അപ്പുറമായി പാപത്തിന്റെ ചിന്തകളും പ്രലോഭനങ്ങളെയും ഒക്കെ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ ഒരു പക്ഷേ ഞാൻ ആ പ്രായമായി എത്തുമ്പോൾ എനിക്ക് അപ്പോൾ മനസ്സിലാകുമായിരിക്കും, പ്രായമൊന്നും പരീക്ഷയ്ക്കോ പ്രലോഭനത്തിനോ ടെംപ്റ്റേഷനോ ഒരു തടസ്സമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഏതവസരത്തിലും ഉണ്ടാകും എന്നുള്ള ഒരു സത്യമാണ്. കർത്താവിന്റെ പരീക്ഷയുള്ള ബന്ധത്തിൽ തന്നെ അങ്ങനെയാണ് നാം കാണുന്നത്. വളരെ കർത്താവിനെ പരീക്ഷിക്കപ്പെടുന്ന വേള ശ്രദ്ധിച്ചിട്ടുണ്ടോ? താൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന സന്ദർഭമാണ്. സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വന്ന് അവൻ ദൈവപുത്രൻ എന്നുള്ള സാക്ഷ്യം നൽകുന്ന വേളയാണ്. അവിടെ നാം വായിക്കുന്നത് ആത്മാവ് നിറഞ്ഞവനായി കർത്താവായ യേശുവിനെ നാം അവിടെ കാണുകയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടു പോവുകയാണ്. ഇതിനപ്പുറം ഒരു ആത്മീയ ഉന്നതിയുടെ അവസരമുണ്ടോ? ആത്മാവിനാൽ സാക്ഷ്യം ലഭിച്ച്, ആത്മാവിനാൽ നിറഞ്ഞ്, ആത്മാവിനാൽ നടത്തപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാനായി തിരഞ്ഞെടുത്തതായി നാം കാണുന്നത്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിന്റെ എത്ര ആത്മീയ ഉന്നത നിലയിലാണെന്ന് നാം കരുതിയാലും, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ പരീക്ഷയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ള സത്യം നാം മനസ്സിലാക്കിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം കൂടെ, പരീക്ഷ എന്നുള്ളത് ഒരിക്കലും പാപമല്ല. പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഒരു പാപമായി നാം എവിടെയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും, നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടല്ലോ, അപ്പോൾ അത് പാപമാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും പാപമല്ല.
എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ, തെറ്റിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന അനവധി സാഹചര്യങ്ങൾ ഉണ്ടാകും, പ്രലോഭനങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. നമ്മിൽ നിന്നും പുറത്തു നിന്നും സാത്താനിൽ നിന്നും ഒക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ അതൊന്നും പാപമായി നാം ഒരിക്കലും കാണുന്നില്ല. എന്നാൽ കർത്താവിന്റെ ജീവിതം നമുക്ക് മാതൃകയായിട്ടിരിക്കുകയാണ്. ഒരു വാക്യം ഇതോടനുബന്ധിച്ച് നമുക്ക് വായിക്കാൻ പരിചിതമാണെങ്കിലും, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ പരീക്ഷയുടെ അനുഭവത്തെ കുറിച്ച് നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഇവിടെ നാം വായിക്കുന്നു, അവൻ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. നമ്മുടെ കർത്താവ് പൂർണ്ണമായി പരീക്ഷ അനുഭവിച്ചവനാണ്, പരീക്ഷയുടെ കാഠിന്യം മനസ്സിലാക്കിയവനാണ്. എന്നാൽ ഒരു വ്യത്യാസം മാത്രമേ നാമും നമ്മുടെ കർത്താവിലും നാം കാണുന്നുള്ളൂ. പാപമൊഴികെ ബാക്കി എല്ലാ തരത്തിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവരാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും പാപമല്ല. പാപം ചെയ്യുവാൻ ഒരു പ്രേരണ ഉണ്ടാവുക, അകത്തു നിന്നോ പുറത്തു നിന്നോ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും തെറ്റായി നാം കാണുന്നില്ല. എന്നാൽ നാം സാധാരണ പറയുകയും ചെയ്യുകയും ഉള്ളതുപോലെ പാപത്തിന് വിധേയപ്പെടുക, പരീക്ഷയ്ക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ് പാപമായി തീരുന്നത്. പരീക്ഷിക്കപ്പെടുക എന്നുള്ളതിനെ നാം ഒരിക്കലും പാപമായി കാണുന്നില്ല. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ഈ ടെംപ്റ്റ് അഥവാ പരീക്ഷിക്കുക എന്നുള്ളതിന് ഏകദേശമൊക്കെ ഒരു വാക്കുകൾ, ഒരേ അർത്ഥമുള്ള വാക്കുകളാണ് നാം കാണുന്നത്. എബ്രായ ഭാഷയിലും യവന ഭാഷയിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നാം പരിശോധിച്ചാൽ അത് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലും ഇത് ഏതെങ്കിലും വസ്തുവിന്റെ ഗുണത്തെ മനസ്സിലാക്കുവാൻ, അത് എത്ര നല്ലതെന്ന് മനസ്സിലാക്കുവാൻ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുക, പ്രൂവ് ചെയ്യുക, തെളിയിക്കുക. ഒരു വസ്തു അത് എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതിന് ഈ വാക്ക് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ടു ഡിറ്റർമൈൻ വാല്യൂ, ഏതെങ്കിലും വസ്തുവിന്റെ വില മനസ്സിലാക്കുവാൻ, അതെത്ര ഗുണമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ പദപ്രയോഗം നാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ പ്യൂരിറ്റി, അതെത്രമാത്രം നല്ലതാണ് എന്ന് മനസ്സിലാക്കുവാനും ഈ പദത്തെ നാം ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ വളരെ രസകരമായി നമുക്ക് തോന്നുന്നത്, നമ്മുടെ ബൈബിളിൽ മലയാളത്തിൽ പരീക്ഷയെന്നും പരിശോധനയെന്നും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും ഒരേ വാക്കാണ് ഈ ഒറിജിനൽ ലാംഗ്വേജ് നമുക്ക് കാണുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദപ്രയോഗമാണ്, ഒരേ പദപ്രയോഗമാണ് നമ്മുടെ ഭാഷയിൽ പരീക്ഷയായും പരിശോധനയായും തീരുന്നത്. ടെസ്റ്റ് എന്നും ടെംപ്റ്റേഷൻ എന്നും പറയുന്ന വാക്കുകൾ രണ്ടും കടന്നു വരുന്നത് ഒരേ മൂലഭാഷയിൽ, ഒരേ വാക്കിൽ നിന്നാണ്. അപ്പോൾ ടെസ്റ്റും ടെംപ്റ്റേഷനും, ഒരു വസ്തു എത്ര നല്ലത് എന്ന് അതിനെ പരിശോധിക്കുന്ന വേള ഉണ്ടാകും. എന്നാൽ ഈ പരിശോധന തന്നെ ഒരു പക്ഷേ പരീക്ഷയായി രൂപാന്തരപ്പെടുവാനും സാധ്യതയുണ്ട്. നമ്മെ പരിശോധിക്കുന്ന വേള അത് ഒരു പരീക്ഷയായി മാറുവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ച വിഷയം. ഇയ്യോബിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് ഞാനും നിങ്ങളും ഇന്ന് അറിയുന്നത് ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. സ്വർഗത്തിലുള്ള സംഭാഷണവും സാത്താനും ദൈവവും ഇയ്യോബിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളൊന്നും ഇയ്യോബിന് അറിയത്തില്ലായിരുന്നു. ഇന്ന് അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും അറിയുകയാണ്, ദൈവം അനുവദിച്ചിട്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇയ്യോബിനോ തന്റെ കുടുംബത്തിനോ തന്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലായിരുന്നില്ല. ഇയ്യോബ് എന്ന ഭക്തരായ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ കാരണം എന്താണ്? അവരെ പല നിലയിലുള്ള ഊഹാപോഹങ്ങളൊക്കെ അതിന്റെ പിന്നിൽ അവർക്ക് ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ വന്നു, നീ എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് നിനക്ക് ഇത് സംഭവിച്ചത്. ഭാര്യ പറയുന്നു, നീ ഭക്തനായി ജീവിച്ചതൊക്കെ മതി, ഇനി നീ കർത്താവിനെ ഉപേക്ഷിച്ച് പോയിക്കൊള്ളുക, മരിച്ചുകൊള്ളുക. ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? ആർക്കും തന്നെ ഇയ്യോബിന്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നാം ഇന്ന് മനസ്സിലാക്കുന്നു, ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇയ്യോബിനെ ദൈവം പരിശോധിക്കുവാനാണ് തീരുമാനിച്ചത്. ഇയ്യോബിനെ ദൈവം ടെസ്റ്റ് ചെയ്യുവാനാണ്, പ്രൂവ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാത്താനോട് പറയുന്നു, നീ നോക്കുക,
ഇത്ര ഭക്തനായ വേറൊരു മനുഷ്യനുണ്ടോ? ഇയ്യോബിനെ പോലെ എന്നെ അനുകരിക്കുന്ന, പാപം വിട്ട് ജീവിക്കുന്ന ഇത്ര ഭക്തൻ മറ്റാരുമില്ല. സാത്താൻ പറയുന്നു, കർത്താവേ, നീ അവന് ഒത്തിരി നന്മകളൊക്കെ ചെയ്യുകയാണ്, അതുകൊണ്ടാണ് കർത്താവ് അവനെ അനുവദിക്കുകയാണ്, നീ അതൊക്കെ മാറ്റിക്കൊള്ളുക, എന്നിട്ട് നോക്കുക അവൻ എന്നെ അനുസരിക്കുന്നുണ്ടോ, എനിക്ക് ഭക്തനായി ജീവിക്കുന്നുണ്ടോ. അപ്പോൾ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ ദൈവികമായ ദൃഷ്ടികോണിൽ നാം ശ്രദ്ധിച്ചാൽ, ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അത് ഇയ്യോബിനൊരു ടെസ്റ്റാണ്. ഇയ്യോബിനെ ദൈവം പരിശോധിക്കുകയാണ്. ഇയ്യോബിനെ സാത്താന്റെ മുൻപിൽ ദൈവം ഒരു ഭക്തനാണ്, ഏത് സന്ദർഭത്തിലും അവൻ എന്നെ പിൻപറ്റുന്നവനാണ് എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുകയാണ്. അതൊരു ടെസ്റ്റായിട്ട് ദൈവം ഇയ്യോബിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ അത് ഇയ്യോബിന് ഒരു പരീക്ഷയായി തീരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ് അത് പരീക്ഷയാകുന്നത്? ഇയ്യോബ് ഈ ടെസ്റ്റിൽ പരാജയപ്പെടുകയാണെങ്കിൽ. ദൈവം ഇയ്യോബിന് നൽകിയ ഈ പരിശോധന, അവൻ എത്ര നല്ല ഒരു ഭക്തനാണ് എന്ന് തെളിയിക്കുവാൻ ദൈവം നൽകിയ ഈ പരിശോധന, ഇയ്യോബ് നേരെ മറിച്ച് ആ പരിശോധന വേളയിൽ, ദൈവം തന്നെ പരിശോധിച്ച വേളയിൽ തന്റെ ഭാര്യ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതുപോലെ ദൈവത്തെ വേണ്ട, ദൈവത്തെ ഉപേക്ഷിച്ച് ഞാൻ ഈ ജീവിച്ചതൊക്കെ വെറുതെയായി പോയി എന്നതൊരു തീരുമാനിച്ച് ഏതെങ്കിലും ഒരു നടപടി താൻ എടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു കാൽവയ്പെടുത്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ ദൈവം ഉദ്ദേശിച്ച ടെസ്റ്റ്, പരീക്ഷ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ അതൊരു ടെംപ്റ്റേഷനായി തീർന്ന് തന്നെ പാപത്തിലേക്ക് നയിക്കുമായിരുന്നു. അപ്പോൾ ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നാം കാണുന്ന പോലെ ഈ വാക്കുകൾ അത് രണ്ടും ഒരേ അർത്ഥത്തെയാണ് നമ്മുടെ ഭാഷാന്തരത്തിൽ നാം കാണുന്നത്. അത് പരിശോധനയാണ് ദൈവം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് പരീക്ഷയായി തീരുവാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നാം ആവർത്തിച്ച് വായിക്കുന്നതാണ് പുതിയ നിയമത്തിൽ, നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പല സന്ദർഭത്തിലും പുതിയ നിയമത്തിൽ നമ്മെ പരിശോധിക്കുവാനുള്ള ആഹ്വാനം നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊക്കെ പരിചിതമായ ഒരു വേദഭാഗമാണ് കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം. നാം എല്ലാ ഞായറാഴ്ചയും എനിക്ക് തോന്നുന്നു സഭാവ്യത്യാസമില്ലാതെ നാം ഒക്കെ വായിച്ച് ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. നമ്മെ തന്നെ ശോധന ചെയ്യണം. നാം കർത്താവിന്റെ ശരീര രക്തത്തെ ഓർപ്പിക്കുന്ന അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കാളികളാകുന്നതിന് മുൻപ് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, ടെസ്റ്റ് ചെയ്യുവാൻ നാം എത്രമാത്രം ഫിറ്റാണ്, നാം കർത്താവിനെ ഈ നിലയിൽ ഓർക്കുവാൻ നാം എത്രമാത്രം യോഗ്യരാണെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള ഒരു വേദഭാഗം നാം പലപ്പോഴും വായിക്കും, ചെയ്യാറുള്ളതാണ്. മറ്റൊന്ന്, നാം തെസ്സലോനിക്ക ലേഖനത്തിലും യോഹന്നാൻ ലേഖനത്തിലും ഒക്കെ നാം വായിക്കുന്നുണ്ട്, പ്രവാചകന്മാരെ നാം പരിശോധിച്ച് മനസ്സിലാക്കണം. അനവധി കള്ളപ്രവാചകന്മാർ വരുന്നുണ്ട്, തെറ്റായ ആത്മാക്കളുടെ വ്യാപാരമുള്ളവർ വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ നാം പരിശോധിച്ച് മനസ്സിലാക്കണം, ആരാണ് യഥാർത്ഥത്തിൽ ദൈവം അയച്ചവർ, ദൈവത്തിൽ നിന്ന് വന്നവരെന്ന് നാം മനസ്സിലാക്കുവാൻ നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല, ദൈവം നമ്മെ പരിശോധിക്കുന്ന വേളയെക്കുറിച്ചും നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് നമ്മുടെ സ്വഭാവത്തെ പരിശോധിക്കും. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. നാം ഇവിടെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ കഷ്ടതയിൽ ഉളവാകുന്ന സഹിഷ്ണുതയും പ്രത്യാശയും കുറിച്ചൊക്കെയാണ്. ഇത് ദൈവം നമ്മെ പരിശോധിക്കുന്ന ഒരു വിധമായിട്ടാണ് അതിന്റെ 5-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ സ്വഭാവത്തെ പ്രൂവ് ചെയ്യുവാൻ, നാം എത്രമാത്രം ഭക്തരാണ്, നാം എത്രമാത്രം വിശ്വാസമുള്ളവരാണ് എന്ന് ദൈവം നമ്മെ തെളിയിക്കുന്ന ഒരു വേദിയാണ്, നമ്മെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വേദിയായി നാം ഇവിടെ ഈ വേദഭാഗത്ത് വായിക്കുന്നു. മറ്റൊന്ന്, ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. അവൻ എത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന ദൈവം തെളിയിക്കുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ അതുപോലെയുള്ള ഭക്തന്മാരെ പരിശോധിക്കുന്ന വേളയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഞാൻ ഈ സമയങ്ങളിലെല്ലാം ഓർപ്പിച്ചതുപോലെ, ഇതേ സമയത്ത് തന്നെ ദൈവം നമ്മെ എത്ര ഭക്തന്മാരാണ്, എത്ര നല്ലവരാണ്, നാം എത്ര കർത്താവിന് പ്രയോജനമുള്ളവരാണ്, നാം എത്ര വിശുദ്ധന്മാരായി ജീവിക്കുന്നുവെന്ന് തെളിയിക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സാത്താൻ നമ്മെ വീഴിക്കുവാൻ
നമ്മെ പരീക്ഷിച്ചു കൊണ്ടുകൂടെ ഇരിക്കുക. ദൈവം നമ്മെ ശോധന ചെയ്ത് നാം ശ്രേഷ്ഠന്മാരാണ്, നാം നല്ലവരാണ്, നാം ഭക്തന്മാരാണ്, ഇയ്യോബിനെ പോലെ കർത്താവിന് നമ്മെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുവാൻ സാത്താനോട് പോലും എന്റെ ഭക്തന്മാരെ നോക്കുവിൻ, എന്റെ മക്കളെ നോക്കുവിൻ, അവർ ഇത്ര ഭക്തനായി ജീവിക്കുന്നല്ലോ എന്ന് എന്നെ നിങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് കർത്താവ് നമ്മെ പരിശോധിക്കാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് സാത്താനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? He is trying to tempt us and lead us away from the Lord. നമ്മെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ പരീക്ഷ നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഞാൻ ആദ്യമായി ഓർപ്പിച്ചതുപോലെ ദൈവം തരുന്ന പരിശോധനകളെ തന്നെ നമുക്ക് പരീക്ഷകളാക്കി അവൻ മാറ്റും. അതാണ് സാത്താന്റെ മെത്തേഡ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഹാർഡ്ഷിപ്പ്, പ്രശ്നങ്ങൾ, വേദന, പ്രയാസങ്ങളൊക്കെ സാത്താൻ അതിന് അവസരമായി തിരഞ്ഞെടുക്കും. നാം പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളൊക്കെ സാത്താൻ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള വേദിയായി അവൻ തീർക്കും. പ്രധാനമായി അവന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്: ബൈ ഹാർഡ്ഷിപ്പ് ആൻഡ് പെയിൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, വേദനകൾ, അത് നമ്മെ പരീക്ഷയുടെ തലത്തിലേക്ക് മാറ്റി ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഉള്ളൊരു ശ്രമം ഉണ്ടാകും. കർത്താവിന്റെ പരീക്ഷാവേളയിൽ, അത് ദൈവഹിതമെങ്കിൽ നാളെ മത്തായി സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങളിൽ ചില സത്യങ്ങൾ കൂടെ ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ പരീക്ഷിച്ച ആ വേളയിൽ നാം വായിക്കുന്നുണ്ട്, അവന് വിശന്നപ്പോഴാണ് സാത്താൻ അടുത്തു ചെന്ന് അവനെ പരീക്ഷിക്കുന്നതായി നാം കാണുന്നത്. അവന് വിശന്നപ്പോൾ. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിസ്ഥിതികളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പലപ്പോഴും സാത്താൻ ഉപയോഗിക്കാറുണ്ട്. അവന്റെ മെത്തേഡാണ് ഇൻ ദ ടൈം ഓഫ് ഹാർഡ്ഷിപ്പ് ആൻഡ് പെയിൻ. നമുക്ക് സഹിക്കുവാൻ പറ്റാത്ത അനുഭവങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ദൈവം എന്നോട് ചെയ്യുന്നു? ദൈവത്തിന്റെ മകളാണെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കരുതല്ലോ. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് ദൈവം അനുവദിച്ചു? ദൈവത്തിൽ നിന്ന് പതുക്കെ അകലുവാനുള്ള കാരണമായി ഇതൊക്കെ സാത്താൻ തീർക്കുവാനുള്ള സാധ്യതയുണ്ട്. യോബിന്റെ ജീവിതത്തിലും ദൈവജനത്തിന്റെ ജീവിതത്തിലും ഒക്കെ ഈ അനുഭവം നമ്മുടെ അനുഭവത്തിൽ നാം പലപ്പോഴും കാണാറുണ്ട്. മാത്രമല്ല, ദൈവവചനത്തിലെ സത്യങ്ങളെ തെറ്റായ നിലയിൽ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന സാത്താനെയും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിന്റെ പരീക്ഷയുള്ള ബന്ധത്തിൽ തന്നെ അതിന്റെ 4-ാം അധ്യായത്തിൽ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവന് വിശന്നപ്പോൾ സാത്താൻ ചെന്ന് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ നിനക്ക് എന്തുകൊണ്ട് അപ്പമാക്കി തീർത്തുകൂടാ? തന്റെ ആ സന്ദർഭത്തെ തെറ്റായ നിലയിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ തെറ്റായ നിലയിൽ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക, ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് സാത്താന്റെ ഒരു ടെക്നിക്കാണ്. അവൻ ഇത്തരം നിലയിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മയോട് പ്രവർത്തിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നതായിട്ട് നാം വായിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് ഇവിടെ സാത്താൻ പരീക്ഷിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കൾ, വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു നിൽക്കുന്ന സന്ദർഭങ്ങൾ, ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നാം അകന്ന് ജോലിയോടുള്ള ബന്ധത്തിലോ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ ഇതര ഏതെങ്കിലും കാരണത്താൽ നമുക്ക് ദൂരം നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അത് സാത്താൻ ഒരു പക്ഷേ പരീക്ഷയ്ക്കൊരു അവസരമായി ഉപയോഗിക്കുവാനായിട്ടിടയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ നാം ഏത് നിലയിൽ കാണുന്നു, സാത്താൻ അതിനെ ഏത് നിലയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ദൈവത്തിൽ വായിക്കുന്ന പോലെ അവരുടെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. എഫെസ്യർ നാം വായിക്കുന്ന നാം വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടതാണ്. കാരണം നമ്മെ ദൈവത്തിൽ അകറ്റി ദൈവിക പരിപാടിയെ, ദൈവിക പദ്ധതിയെ തകർക്കുക എന്നുള്ളതാണ് സാത്താന്റെ എന്നുമെന്നുമുള്ള ഉദ്ദേശം. ആദ്യം മുതൽ ആദാമും ഹവ്വയും മുതലുള്ള ആ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ദൈവിക ഉദ്ദേശത്തെ, പ്ലാനിനെ തകർത്ത്
എറിയുക എന്നുള്ളതാണ് സാത്താന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് ഞാനും നിങ്ങളും ഭക്തരായി ജീവിക്കുമ്പോൾ ഇയ്യോബിനോട് പറഞ്ഞതുപോലെ വെറുതെയല്ല, നീ നന്മ ചെയ്യുന്നത് കൊണ്ട് മാത്രം നിന്നെ പിൻപറ്റുന്നവരാണ് എന്ന് തെളിയിക്കുവാനുള്ള ശ്രമം എപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാത്താൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നയിക്കേണ്ടവരാണ്. മാത്രമല്ല, സാത്താൻ നമ്മെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനമില്ലാത്തവരാക്കി തീർത്ത്, ആത്മീയ ജീവിതത്തിൽ നമ്മെ കെയർലെസ് ആക്കി തീർത്ത് നമ്മെ പരിശോധിക്കുന്ന സന്ദർഭവും നമ്മെ പരീക്ഷിക്കുന്ന സന്ദർഭവുമുണ്ട്. നമുക്ക് ഗലാത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെ നോക്കുക, മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ നാം അവരെ യഥാസ്ഥാനപ്പെടുത്തണം എന്ന് പറയുന്നതിനോട് ചേർത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ദൈവ ജനത്തിനാണ് ഈ ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത്. വിശ്വാസികൾക്കാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. അവര് കർത്താവിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അത് പരീക്ഷയാണ്, പരീക്ഷയുടെ ഫലമായിട്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നവരോട് പ്രത്യേകിച്ച് പൗലോസ് ഓർപ്പിക്കുകയാണ്, നീയും പരീക്ഷയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഇങ്ങനെയുള്ള പാപങ്ങളിൽ ഏർപ്പെടുന്നവരോട് നിങ്ങൾ ഇടപെടേണ്ടവരാണ് എന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ ഏത് നിലയിലെങ്കിലും ദൈവത്തിൽ നകറ്റുക എന്നുള്ളത് സാത്താന്റെ ലക്ഷ്യമാണ്. മാത്രമല്ല, നാം ദൈവജനത്തിൽ വായിക്കുന്നത് പോലെ പലപ്പോഴും നാം കാണുന്നത് പോലെ സാത്താൻ നമ്മെ തെറ്റായ നിലയിൽ നമ്മുടെ മുൻപിൽ പലപ്പോഴും അവൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. നാം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സാധാരണ നാം വായിക്കാറുള്ള വേദഭാഗമാണല്ലോ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നത് വെളിച്ച ദൂതനായിട്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൂടെ വായിക്കും. അവിടെ നാം വായിക്കുന്നു, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. ഉപായം പ്രയോഗിക്കുന്നതിൽ സാത്താൻ വളരെ തന്ത്രശാലിയാണ്. അത് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച ആ ഉപായം ഇന്നും അവൻ ചെയ്യുന്നു, അനുവർത്തിക്കുന്നു എന്നുള്ള സത്യം നാം വായിക്കുന്നു. കർത്താവിന്റെ പരീക്ഷയിലും ഇത് തന്നെ സാത്താൻ പ്രയോഗിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. തന്നെ രണ്ടാമത് പരീക്ഷിച്ച വേളയിൽ സാത്താൻ പറയുന്നു, ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നീ അനുസരിക്കുന്ന, നീ അംഗീകരിക്കുന്ന തിരുവെഴുത്ത് തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക, നീ മേളിൽ നിന്ന് ചാടിക്കൊള്ളുക, നിന്നെ കാത്തുകൊള്ളുമെന്നുള്ള ആ വചനഭാഗം എടുത്ത് കർത്താവിനെ പരീക്ഷിക്കുന്ന ഒരു വേള. ഈ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉപായത്തിലൂടെ നമ്മെ ചതിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള ശ്രമം സാത്താന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ കരുതലോടെ ശ്രദ്ധയോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ പരീക്ഷയിൽ അകപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള സാത്താന്റെ ശ്രമത്തിൽ നിന്ന് നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൈത്തിരി.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി.com വെളിച്ചത്തിലേക്കൊരു തിരുനാളം.